ഞാൻ ഡോക്ടർ എം ശ്രീകുമാർ, സായികൃപ ഹോളിസ്റ്റിക് ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻ്ററിൻ്റെ ചീഫ് ഫിസിഷ്യനാണ്. കേരളം ഉത്സവാഘോഷങ്ങളുടെ നാടാണ്. കൃത്യമായ വേളകളിൽ നിരവധി ഉത്സവങ്ങൾ എല്ലാ ആരാധനാലയങ്ങളും അനുബന്ധിച്ച് ആഘോഷപൂർവ്വം നടത്തപ്പെടുന്നു. ഇപ്പോഴേതാണ്ട് പനിക്കാലവും കൃത്യമായി നടത്തപ്പെടുന്ന ഉത്സവമേളം പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. പനി മഹോത്സവങ്ങൾ, തിരക്കുകൾ, ആശുപത്രികളിലും മരുന്ന് കച്ചവട സ്ഥാപനങ്ങളിലെയും തിരക്കുകൾ, ബഹളങ്ങൾ, ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് പനിക്കാലം നിരവധി ദുഃഖവാർത്തകളും സൃഷ്ടിച്ച് മടങ്ങിപ്പോയി കഴിയുമ്പോൾ ഉത്സവം കഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെ ആളൊഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞ് വേദനകൾ മാത്രം കുറച്ച് ബാക്കിയാക്കി ചില വ്യക്തികളുടെ നഷ്ടം, സാമ്പത്തിക നഷ്ടം അടക്കം നിരവധി നഷ്ടങ്ങളുടെ കണക്കുകൾ, വേദനിപ്പിക്കുന്ന കണക്കുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ഉത്സവകാലം കടന്നു പോകും. എന്തുകൊണ്ട് ആണ്ടോടാണ്ട് ഈ പനി മഹോത്സവങ്ങൾ, അതും കേരളത്തിൽ മാത്രം ഇത്രയും പ്രത്യേകിച്ച് കണക്കുകൾ ഓരോ വർഷവും കൂടി വരികയാണ്. ഇന്നത്തെ കണക്ക് അനുസരിച്ച് ദിവസം പ്രതി 13,000-ഓളം പേർ ആശുപത്രികൾ ചികിത്സയ്ക്ക് തേടിയെത്തുന്നുണ്ട്. ചികിത്സിക്കപ്പെടാത്തതും പ്രൈവറ്റ് ആശുപത്രികളിൽ പോകുന്നതും മറ്റു ഡോക്ടർമാരെ, വൈദ്യന്മാരെയൊക്കെ അതുപോലെ ചെറിയ ആൾക്കാരെ കാണുന്നതൊന്നും കണക്കിനകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. മരണനിരക്കുകൾ വാർത്തകളിൽ വരുന്നില്ല. ജില്ലാതലത്തിൽ വളരെ രഹസ്യമായി എല്ലാവരും പനി കൊണ്ടാണോ മരിച്ചതെന്ന് പറയാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് മരിച്ചു എന്ന് പോലും അറിയാതെ പോകുന്ന അവസ്ഥാവിശേഷങ്ങൾ. ഈ ഒരവസ്ഥാവിശേഷം സൃഷ്ടിക്കപ്പെടുന്നത് തീർച്ചയായും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ചുരുക്കത്തിൽ നമുക്ക് മാറി നിന്ന് ഒബ്സർവ് ചെയ്താൽ, നിരീക്ഷിച്ചാൽ ഒരു കാര്യം കാണാൻ കഴിയും. പനിയെ നേരിടുന്ന തകരാറുകൾ, രീതിയിലെ തകരാറുകളാണ് ഈ പനിമരണങ്ങൾക്ക് കാരണം. ഇത് 4-5 വർഷത്തിന് മുമ്പ് ജനയുഗം, അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, എന്താണ് പനി എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയാണ് പനി, പ്രതിരോധ മെക്കാനിസമാണ് പനി. അപ്പോൾ കടന്നു വരുന്ന രോഗാണുക്കളെ ചൂട് ഉയർത്തി നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് പ്രകൃതിക്കുള്ളത്, ശരീരത്തിനുള്ളത്, നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ പരിഹാരം. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ചൂട് കുറയ്ക്കാനുള്ള വ്യഗ്രതയിൽ ചൂട് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ രോഗാണുക്കൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും രോഗാണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ഏതാണ്ട് സർവ്വവിധ പ്രതിരോധങ്ങളെയും അവഗണിച്ചുകൊണ്ട്, തൃണവൽഗണിച്ചുകൊണ്ട്, നിസ്സാരവൽക്കരിച്ചുകൊണ്ട് രോഗാണുക്കൾ കൂടുതൽ ശക്തി ആർജിച്ച് നമ്മളെ കീഴ്പ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത് പല മരുന്നുകളും ഇന്ന് നിഷ്ഫലമായിക്കൊണ്ടിരിക്കുകയാണ്. രോഗാണുക്കൾ മരുന്നുകളെ തോൽപ്പിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരാജയപ്പെടുമ്പോൾ ചികിത്സ തന്നെ പരാജയപ്പെടുന്നു. 2 ആഴ്ചയായി നിരവധി പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും പ്രതിരോധത്തിനുള്ള മരുന്നുകൾ 48 മണിക്കൂർ മുമ്പ് വന്നതേ ഉള്ളൂ. നിപ്പയുടെ കണക്കിൽ എന്നിങ്ങനെ വേണ്ട ഈ പറയപ്പെടുന്ന വൈദ്യശാസ്ത്രപരമായ പ്രവണതകൾക്ക് അതീതമായിട്ട് സാമൂഹ്യമായ നിരവധി പശ്ചാത്തലങ്ങൾ, എല്ലാ വർഷവും ആവർത്തിച്ച് കേൾക്കുന്ന പരാതികൾ. മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല, ഫണ്ട് കിട്ടിയില്ല, കിട്ടിയത് ചെലവഴിച്ചില്ല, നിരവധി പറന്നു പോകുന്ന കൊതുകിനെ പോലും വിടാതെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ എത്ര നാൾ ഈ സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കില്ല. അപ്പോൾ ഈ സാമൂഹികമായ അല്ല വൈദ്യശാസ്ത്രപരമായ ഒരു പ്രതിരോധമല്ല നമുക്ക് ശരിക്കും അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ശുചിത്വത്തിലായാലും പരിസര ശുചിത്വത്തിലായാലും രോഗാണുക്കളെ നേരിടുന്നതിലായാലും പനിയെ നേരിടുന്നതിൻ്റെ ശാസ്ത്രീയമായ പശ്ചാത്തലത്തിലായാലും മരുന്നുകളുടെ
നിഷ്ഫലമാകുന്ന അവസ്ഥാവിശേഷം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊന്നും എല്ലാവർക്കും പരിഹരിച്ച് കിട്ടാൻ കഴിയുന്ന കാര്യമല്ല. നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രം നമുക്ക് ഇതിനെ ശക്തമായി നേരിടാം, ഈ ദുരന്തം ഒഴിവാക്കാം. നമ്മളിപ്പം എല്ലാവരും പനി പിടിക്കുന്നില്ല. പ്രതിരോധ ശക്തിയുള്ള ആൾക്കാർക്ക് പനിയെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഈ പനി മരണങ്ങൾ എങ്ങനെ ഒഴിവാക്കാം അടുത്ത തവണ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം.